ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഞാനൊരു ചെറിയ വ്ളോഗാണ് കാണിക്കുന്നത്. ഇന്ന് മോർണിംഗ് വെള്ളരിക്ക പച്ചടി വെക്കുന്നു. പിന്നെ മോൾക്ക് ചോറ് കൊടുത്തയക്കാൻ വേണ്ടി തൈര് സാദം, വെള്ളരിക്ക പച്ചടി, പിന്നെ അച്ചാറൊക്കെയാണ്. പിന്നെ പുട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ അതിൻ്റെ കൂടെ കോമ്പിനേഷൻ ചെറുപയർ കറിയും വെക്കാമെന്ന് വെച്ചു. അപ്പോൾ രാവിലത്തെ ഭയങ്കര ബിസിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, എല്ലാവരും തിരക്കിൽ തന്നെ ആയിരിക്കും. ഇതിപ്പോൾ ചെറുപയർ വേവിക്കാൻ വേണ്ടിയാണ്. പിന്നെ വെള്ളരിക്ക പച്ചടിയിലേക്ക് തേങ്ങ, നല്ല ജീരകം, പച്ചമുളകൊക്കെ കൂട്ടി അരച്ച്, എന്നിട്ട് പിന്നെ അരച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കടുക് ഇട്ട് അരയ്ക്കുക. എന്നിട്ട് വെന്ത പച്ചടി വെള്ളരിക്കയിലേക്ക് ഒഴിക്കുക. പിന്നെ അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ക്ലീനിങ്ങും വെള്ളമൊക്കെ പിടിച്ച് വെക്കുകയാണ് കേട്ടോ. നല്ല വെള്ളം ഞങ്ങൾ അങ്ങനെ എല്ലാം കൂടെയാണ് നടക്കുന്നത്. എല്ലാവരും ഇതേപോലെ തന്നെയാവും, നല്ല തിരക്കാണ് അറിയാം. അപ്പോൾ മോന് പോവാണ്ട്, അവന് പിന്നെ ഉച്ചയ്ക്ക് ശേഷമാണ് പോവുക. മോള് രാവിലെ പോവും. അപ്പോഴേക്കും ചോറും ഇതൊക്കെ ആവണം, ബ്രേക്ക്ഫാസ്റ്റും. അപ്പോൾ ഇന്ന് പിന്നെ സിമ്പിളായിട്ട് ഇതാക്കാന്ന് നോക്കി. ഇതാ പുട്ട് റെഡിയായി. പിന്നെ ഇനി ചെറുപയർ കറി വെക്കാണ്ട്, പിന്നെ ചോറ് ഊറ്റിയെടുക്കാണ്ട്. ചോറ് വാർക്കുകയാണ് ചെയ്യുക, ഞാൻ ഊറ്റാറില്ല. ചോറ് വാർക്കുക ചെയ്യുക. എന്നിട്ട് തൈര് മിക്സ് ചെയ്തിട്ട് തൈര് സാദം ഉണ്ടാക്കാമെന്ന്. ഇപ്പം ഞാൻ ഇതാ പയർ കറിയിലേക്കുള്ള സവാളയും തക്കാളിയും പച്ചമുളകൊക്കെ അരിയാണ്. സിമ്പിളായിട്ടുള്ളതാണ് കേട്ടോ വയ്ക്കുന്നത്. പിന്നെ ചോറ് വാർത്തു. അതിൻ്റെ ഇടയിൽ ഇതാ മീൻകാരൻ വന്നിട്ടുണ്ടോ എന്ന് നോക്കുകയാണ്. രാവിലെ ഇവിടെ ഫിഷ് നിർബന്ധമാണ് ഞങ്ങൾക്ക്. ഉച്ചക്കലേക്കാണ്, എന്നാലും രാവിലെ വാങ്ങിച്ച് വയ്ക്കും. അപ്പോൾ ഇതാണ് ബിസി മോർണിംഗ് ആണ് ഇപ്പോൾ കണ്ടത്. പിന്നെ ഇതാ ഇപ്പോൾ ചെറുപയർ കറി, സിമ്പിൾ ചെറുപയർ കറി കേട്ടോ. എല്ലാം സവാള തക്കാളി ഇതൊക്കെ വഴറ്റി, മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതൊക്കെ. ഇതാ തൈര് സാദത്തിന് വേണ്ടി തൈര് ചോറിൽ മിക്സ് ചെയ്തിട്ട്, എൻ്റെ മമ്മി ഇങ്ങനെ എല്ലായിട്ടും ഉണ്ടാക്കാറ്, പക്ഷേ ഞാനിതൊരു വീഡിയോ കണ്ടതാണ്, അപ്പോൾ അതുപോലെ ചെയ്യാമെന്ന് വെച്ചു. തൈര് മിക്സ് ചെയ്തു. ഇതിപ്പോൾ കറിയായി, ചെറുപയർ കറിയായി പുട്ടിലേക്കുള്ളത്. മറ്റേ അപ്പുറത്ത് തൈര് മിക്സ് ചെയ്തു. എന്നിട്ട് കടുക് പൊട്ടിച്ചു, ഉഴുന്ന് ഇടുക, കുറച്ച് ഇഞ്ചിയും പച്ചമുളകും ഇടുക, ഉണക്കമുളകും ഇട്ടിട്ടോ അതിൻ്റെ ഇടയിൽ, അത് പറയാൻ മറന്നു. അപ്പോൾ അത് ചേർക്കുക. എന്നിട്ട് അത് മൂക്കുമ്പോൾ ഈ ചോറ് തൈര് കൂട്ടി മിക്സ് ചെയ്തത് അതിൽ ചേർക്കുക. അത്രയേ ഉള്ളൂ. എൻ്റെ മമ്മി ഉണ്ടാക്കുമ്പോൾ ജസ്റ്റ് കടുക് ഉഴുന്നൊക്കെ പൊട്ടിച്ച് തൈര് അതിലേക്ക് ഒഴിച്ചിട്ട്, എന്നിട്ട് ഈ പ്ലെയിൻ റൈസ് അതിലേക്കിട്ട് മിക്സ് ചെയ്യാറ്, ഉപ്പൊക്കെ ഇട്ടിട്ട്. ഇതിപ്പോൾ ഞാൻ ഇന്ന് ഒരു വീഡിയോയിൽ കണ്ടപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കാമെന്ന് തോന്നി. നന്നായിരുന്നു കേട്ടോ, നല്ലതായിരുന്നു. അപ്പോൾ അങ്ങനെ അതാ എല്ലാം റെഡിയായി. പയറുതോരൻ, പുട്ട്, തൈര് സാദം, വെള്ളരിക്ക പച്ചടി. പിന്നെ ഇന്ന് എനിക്ക് ഒരു ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ അത് സൈമൻസ് ഐ ഹോസ്പിറ്റലിലേക്ക് പോകണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനും മോനും കൂടെ പോയതാണ്. ഓക്കെ, ബൈ.